ട്രംപിന്റെ നിലപാടുകൾ കാരണം യൂറോപ്യൻ യൂണിയൻ സ്വന്തമായി ഒരു യൂറോപ്യൻ സൈനിക സഖ്യം രൂപീകരിക്കാനുള്ള ചർച്ചകൾ വരെ ആരംഭിച്ചു. അമേരിക്കയുടെ സഹായമില്ലാതെ റഷ്യയെ നേരിടാനുള്ള തന്ത്രങ്ങളാണ് യൂറോപ്പ് ഇപ്പോൾ മെനയുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം നാറ്റോയുടെ വിപുലീകരണമാണ് അവരുടെ പ്രധാന പ്രശ്നം. ഫിൻലാൻഡ്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ നാറ്റോയിൽ ചേർന്നതോടെ റഷ്യ കൂടുതൽ പ്രകോപിതരായി. യൂറോപ്പ് യുദ്ധഭീതിയിലായിരിക്കുന്നത് റഷ്യയ്ക്ക് ഒരു നേട്ടമാണ്. കാരണം ഇത് നാറ്റോ സഖ്യത്തിലെ ഐക്യം തകർക്കാൻ സഹായിക്കും. റഷ്യയുടെ ലക്ഷ്യം നാറ്റോയുടെ സ്വാധീനം കുറയ്ക്കുകയും അമേരിക്ക യൂറോപ്പിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന ഒരു പുതിയ ലോകക്രമമാണ്. ഈ യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിൽ യൂറോപ്പിന്റെ ഏറ്റവും വലിയ പേടി യുക്രൈൻ ബലിയാടാകുമോ എന്നതാണ്. റഷ്യ യുക്രൈൻ്റെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ യുക്രൈനെ പൂർണ്ണമായി നിരായുധീകരിക്കാൻ നിർബന്ധിക്കുകയോ ചെയ്താൽ അത് യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകും. ട്രംപിന്റെ നയങ്ങൾ ഈ സാഹചര്യത്തെ മുതലെടുക്കാൻ പുടിനെ പ്രേരിപ്പിച്ചേക്കാം. ചുരുക്കത്തിൽ യൂറോപ്പ് ഇന്ന് രണ്ട് വലിയ ഭീഷണികളുടെ നടുവിലാണ്. കിഴക്ക് നിന്നും റഷ്യയുടെ സൈനിക ഭീഷണി, പടിഞ്ഞാറ് നിന്ന് ട്രംപിന്റെ അമേരിക്കൻ നയങ്ങൾ മൂലമുള്ള നയതന്ത്രപരമായ ഒറ്റപ്പെടൽ ഭീഷണി. ഈ രണ്ട് ശക്തികൾക്കിടയിൽ ഉഴലുന്ന യൂറോപ്യൻ നഗരങ്ങൾ തകർന്നടിയുമെന്ന ഭയത്തിലാണ്. റഷ്യയെ ചെറുക്കാൻ നാറ്റോ തയ്യാറെടുക്കുമ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നാൽ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരിക യൂറോപ്പിനാകും. ഈ അന്താരാഷ്ട്ര രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് വലിയ വിലയിരുത്തലുകൾ എന്താണ്? യൂറോപ്പ് ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.